ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ബറാത്ത് ദിവസത്തിൻ്റെ നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നോമ്പ് തുറക്കാൻ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് ഞാനിതിൽ കാട്ടിത്തരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സവാള ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മസാല ബന്ന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തോലെടുത്തിട്ട് ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വെക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വെച്ചതിൻ്റെ ശേഷം വേണം ഞങ്ങൾക്ക് അടുത്ത പണി തുടങ്ങാൻ. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് മുട്ട വേണം കേട്ടോ. അപ്പോൾ മുട്ട ഒരു 3 മുട്ട മതി. ഒരു ഹാഫ് ഒരു ബണ്ണിനകത്ത് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊരു 3 മുട്ട ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേനും ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ജ്യൂസിനുള്ള പരിപാടികളെല്ലാം നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വാഴപ്പഴത്തിൻ്റെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഒരു 2 പഴം എടുത്തിട്ടുണ്ട് ഞാൻ. 2 പഴം ഒന്ന് തോലെടുത്തിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിന് മെയിനായിട്ട് പാൽ വേണം. പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ലിക്വിഡ് നിങ്ങളുടെ പേരിൽ എന്ത് ലിക്വിഡ് ഉണ്ടോ അതൊന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. ഏത് ഫ്ലേവർ ആയെങ്കിലും ഓക്കെ. ഞാൻ മാംഗോ ഫ്ലേവറാണ് ഒഴിച്ച് കൊടുത്തത്. അതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തപ്പോൾ ഞങ്ങളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഗട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായത്. പിന്നെയാണ് ഞാൻ പാൽ കൂട്ടിയിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പാലും പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അത് സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എണ്ണക്കടി. എണ്ണ നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ടായിട്ടോ ഞാൻ അവിടെ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ. അപ്പോൾ ഒന്ന് സവാള നല്ല ഒന്ന് വയന്ന് വരുമ്പോൾ അതൊക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഞാൻ ഈ 3 ഐറ്റം ചേർത്തുള്ളൂ. അത് നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ട് വേണം ഞങ്ങൾക്കിതാ ബന്നിനകത്ത് ഈ മസാല വെച്ചിട്ട് അതിനകത്ത് ഒരു മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുക്കണില്ല. അപ്പോൾ പാവപ്പെട്ടവരുടെ ബർഗർ എന്നും പറയാം. പക്ഷെ ഞാനിതിന് പേര് വെച്ചിരുന്നത് മസാല ബന്ന്. അപ്പോൾ ബൻ മസ്കാൻ്റെ തൊട്ട അടുത്തത്തെ കുടുംബമാണ് കേട്ടോ മസാല ബന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.